ഏത് നായകനെ വെച്ച് കഴിഞ്ഞാൽ ഈ ലുക്ക് കിട്ടില്ല. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ നായകനിലേക്ക് വന്ന്. എന്നെ ഇങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലേട്ടാ. അതെന്താ? എന്താന്ന് അറിയില്ല. നിങ്ങൾക്കോ? എനിക്കിഷ്ടാ. എനിക്കും കുറേശ്ശെ ഇഷ്ടാ. വേറെ ആര് ക്ലീൻ ഷേവ് ചെയ്താലും കുറച്ചുകൂടെ സൗന്ദര്യവും കാര്യങ്ങളും എല്ലാം വരുമല്ലോ. മീൻസ് ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോണു. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. കാര്യം അമീർ ഇടയ്ക്ക് പറഞ്ഞു സുരാജേട്ടനെ മാറ്റിയാലോ. അവൻ പറഞ്ഞു മമ്മൂക്കയോ ലാലേട്ടനാണ് ഈ ടൈറ്റിലിനോട് ഒരു നീതി പുലർത്തൂലോ. ആക്കല്ലേ എല്ലാം കൂടെ എനിക്കിട്ട് പണിയാൻ നോക്കിയാലേ മനസ്സിരിക്കത്തേ ഉള്ളൂ. സുരാജ് കുഞ്ഞാറും കൂടെ എക്സ്ട്രാ ഡീസന്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങനത്തെ ഒരു നിലയിലുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ. ബാബു, ആ ജ്യോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നൊന്നറിയാനാ. ആക്ടേഴ്സും പാടുന്ന ഒരു സ്വഭാവം ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇതില് സുരാജ് അതിനുള്ള ഉത്തരം നമ്മുടെ നിങ്ങൾക്ക് പാടാൻ അറിയുന്നു. സംഗീതം പഠിക്കണം എന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മരല ഉസ്താദ് അലവലാദി ഖാൻ. ഒടുവിൽ ഗുരുവിന്റെ അണ്ണാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കിച്ചി. നമുക്കൊരു 5-6 പാട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതൊക്കെ നല്ല പാട്ട് അറിയാവുന്ന, ശ്രുതി അറിയാവുന്ന, എന്റെ താളം അറിയാവുന്ന അവരെല്ലാം പാടി. അതെല്ലാം പടത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പുള്ളി പാടിയത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഇനി പാട്ടറിയാന്നുള്ള ആരെങ്കിലും കൊണ്ട് പാടിപ്പിച്ചാൽ അത്രയ്ക്ക് മോശമായിരുന്ന ഇത് രണ്ടും നീ കൈകാര്യം ചെയ്യുന്നോണ്ടാ. ഹാർമോണി ആരെങ്കിലും വായിച്ചോ, പാട്ട് നമുക്ക് വേറെ ആരെങ്കിലും കൊണ്ട് പാടിപ്പിക്കാം. അതിലേക്ക് നമ്മൾ ഇംപ്രഷൻ കൊണ്ടുവരാൻ നോക്കുമ്പോ ആ ഇംപ്രഷനെ കെടുത്തുമല്ലോ വേണ്ട. അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. നീ ഒരു ഉപകാരം ചെയ്യോ, ആ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറി ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കാം. നീ ആ ഫസ്റ്റ് ഗിയർ എന്റെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കണം. പുല്ലേ തള്ളലിന്റെ എക്സ്ട്രീം ആരാണെന്നുള്ളത് നമുക്ക് അറിയാലോ. അതെ, ഇവര് ഈ ഒരാഴ്ചക്ക് മുമ്പ് 100 കോടി എന്ന് കഴിച്ചിറക്കും. നിന്റെ റിവഞ്ച് കലക്കി. ഇതൊരു തുടക്കം മാത്രം. ജനഗണമന 2 ഉണ്ടാവോ? ഇത് അന്നൊരു തള്ളല് തള്ളിയാന്ന്. ഇവന്റെ കോമഡി കണ്ട ചിരിച്ച് പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഞാൻ പോകുന്നു. ബൈ.